വിശുദ്ധ ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ദാവീദ് രാജാവിന്റെ മാനസാന്തരം എന്ന വിഷയമാസ്പദമാക്കി ഇന്നത്തെ തലമുറയുടെ ചില മാനുഷിക പ്രശ്നങ്ങൾ നാടകമെന്ന ദൃശ്യാവിഷ്കാരത്തിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഒരു ആത്മാവിന്റെ കുറ്റബോധം. പ്രിയമുള്ളവരെ, മലങ്കര സഭയുടെ അനുഗ്രഹീതനായ ധന്യന്മാരിമാന്യോസ് പിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇതാ നിങ്ങൾക്കായി ഒരു സ്നേഹഭവനം. ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്.
അതിന്റെ വിധി പറയുന്ന ദിവസമായില്ല. പോകുന്ന വഴിക്ക് അച്ഛനെ കണ്ടിട്ട് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാൻ കഴിയും. അതാ ഇതുവഴിയൊക്കെ വന്നത്. എന്നിട്ട് ഡേവിഡിന് എന്ത് തോന്നുന്നു? കോടതി വിധി അനുകൂലമാകുമോ? അതിനൊക്കെ എന്റെ സംശയം അച്ഛനുള്ളത്. അച്ഛൻ കേട്ടിട്ടില്ലേ, പണത്തിന് മീതെ പരുവ് ബാക്കിയല്ലെന്ന്. ഇപ്പൊ തന്നെ നമ്മള് കാശ് വലിച്ചെന്നപ്പോഴേ ആ ജഡ്ജി ആ വക്കീലൊക്കെ നമ്മുടെ പക്ഷത്തായിരിക്കും. പിന്നെ ഏക ദൃക്സാക്ഷി ഉണ്ടല്ലോ, അവനും ഒഴിവാക്കി പറഞ്ഞേ. എന്തായാലും ഈ വിധി വരുമ്പോൾ ഡേവിഡിന് സന്തോഷിക്കാമല്ലോ അല്ലേ? വിധിയുടെ പകർപ്പൊന്ന് കൈ കിട്ടിയിട്ട് വേണം അച്ഛൻ അടുത്ത പാർലമെന്റ് ഇലക്ഷനിലേക്ക് ഒരു കൈയൊന്ന് നോക്കാനായിട്ട്. അച്ഛൻ അറിയത്തില്ലയോ, എനിക്കാണെങ്കിൽ ഈ സമൂഹത്തില് നല്ല പേരും പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് അച്ഛാ, ദൈവത്തെ മറന്നുള്ള ഒരു കളിക്കുണ്ടല്ലോ, ഈ വേറെ കുട്ടിയല്ല. എന്തായാലും അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. സമാധാനമായി പോയി ഒരു മകനെ. ശരി അച്ഛൻ, ഞാൻ പോയിട്ട് തിരികെ വരാം. അയ്യോ, അച്ഛൻ നമ്മുടെ മേരിക്കുഞ്ഞോടെ ബോധം കെട്ടി കിടക്കുന്ന ഇന്നലെ കൂടിയെങ്കിലും അവൻ തമാശയ്ക്ക് മരിക്കുന്ന കാര്യം പറഞ്ഞതേ. ഞങ്ങളുടെ മേരിക്കുഞ്ഞിനെ നീ വിളിച്ചല്ലോ. അവൾക്ക് പകരം ആർക്കും വേണ്ടാത്ത എന്നെ നീ എടുത്തിരുന്നെങ്കിൽ ആലിസ്യടത്തിയപ്പോ മരണവിരോധം അറിഞ്ഞില്ലേ? നമ്മളെ മേരിക്കുഞ്ഞ് വെള്ളമെടുക്കാൻ കിണറ്റിങ്കര പോയല്ല. പെട്ടെന്നൊരു നെഞ്ചുവേദന, ജീവൻ പോയി കിടത്തി, ജീവൻ പോയി. അല്ലേ അടിസ്ഥാനത്തിന് മേരിക്കുഞ്ഞിനെ കാണുന്നായോ? അച്ഛോ, ഈ അച്ഛൻ ഇതോടെ പോയി കിടക്കും. നാട്ടിലൊരു സന്തോഷ വർത്താനം പറയാൻ നോക്കുമ്പോ അച്ഛനോട് കാണുന്നില്ല. അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. കാണുമ്പോ അല്ലാത്തൊരു ദേഷ്യമാകും. തുടരണ്ടേ? അയ്യോ, അച്ഛൻ വരുന്നുണ്ടല്ലോ. അച്ഛാ, ഈ വിധിയുടെ പകർപ്പുണ്ട് അച്ഛാ. നമുക്കെല്ലാവർക്കും കൂടി ഇതൊന്ന് ആഘോഷിക്കണം കേട്ടോ. എവിടെ? ഞാൻ നിന്നോടൊരു കഥ പറയും. ഓ, ഈ സന്തോഷ സമയത്താണ് ഈ അച്ഛന്റെ ഒരു കഥ പറഞ്ഞത്. എന്നാലും അച്ഛനെ പറഞ്ഞു അറിയില്ല. നിങ്ങൾ എല്ലാവരും കൂടെ കേട്ടോണ്ടേ അച്ഛന്റെ ഈ കഥ. ഒരിക്കൽ നാഥാൻ പ്രവാചകനെ കർത്താവ് ദാവീദ് രാജാവിന്റെ സന്നിധിയിലേക്ക് അയച്ചു. നാഥാൻ പറഞ്ഞു, ഒരു നഗരത്തിൽ ഒരു ധനവാനും ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനവാനാകട്ടെ ധാരാളം ആടുകളുണ്ടായിരുന്നു. ദരിദ്രനോ ഒരേ ഒരു പെണ്ണാട്ടിൻകുട്ടി മാത്രം. ഒരു ദിവസം ധനവാന്റെ കുടുംബത്തിൽ അതിഥികൾ വന്നു. അപ്പോൾ അവൻ ഈ പാവം പെണ്ണാട്ടിൻകുട്ടിയെ കൊന്നവർക്ക് ഭക്ഷണം ഒരുക്കി. അച്ഛോ, ഞാൻ പറയുന്നു, ആ കുടുംബം ചെന്ന ധനികൻ മരിക്കണം. ദേവേ, എങ്കിൽ ഇവിടെ ഭരിക്കേണ്ടത് നീയാണ്. കർത്താവ് നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തന്നു. അതെല്ലാം മറന്നു നീ ആ പാവം കുടുംബത്തെ ചതിച്ചില്ലാതാക്കി. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ള കൽപ്പന നീ ലംഘിച്ചു. ആ മോഹത്തിൽ അവളുടെ ഭർത്താവിനെ നീ ചതിച്ചു കൊന്നു. കർത്താവിന്റെ അന്ത്യവിധിക്കായി നീ കാത്തിരുന്നു. പശ്ചാത്തപിച്ച് മനസാന്തരം പ്രാപിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. യഥാദ്രോഹി, നീ ഞങ്ങളുടെ മേൽക്കുഞ്ഞിന്റെ കുടുംബം തകർത്തു. അവളുടെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല, പൊറുക്കില്ല. പതിനിച്ചറിയാതെ ഈ ഭൗമിക ലോകത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. കർത്താവേ, എന്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ. എന്റെ പ്രായശ്ചിത്തം ചെയ്യുവാനും ഞാൻ തയ്യാറാണ്. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ പാപങ്ങൾ പുറത്ത് എന്നോട് കരുണ തോന്നണമേ.